ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് കാണുന്നത്. ഒരു നെഗറ്റീവ് എനർജി, ആ വ്യക്തിയുടെ ചുറ്റും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം. ഇവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ ഇടയിൽ ഇത്രയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകാനും കാരണമായത്. ഒരു പക്ഷേ ഫിനാൻഷ്യലി ഈ വ്യക്തിയെ സഹായിക്കാൻ വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയെ ഫിനാൻഷ്യലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് കാരണം ആ വ്യക്തിയുടെ സമയവും സ്നേഹവും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് യാചിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഒരു പക്ഷേ ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണെ മെൻ്റലി ഫിസിക്കലി എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് ഈ ഒരു പേഴ്സൺ. ഈ തേർഡ് പാർട്ടിയുമായിട്ട് ഈ പേഴ്സൺ ഒരുപാട് നാളത്തെ പരിചയം കാണുമായിരിക്കും. ഇത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന തേർഡ് പാർട്ടി അല്ലെങ്കിൽ, അതായത് ഒരു കർമ്മ ബേസ്ഡ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ, ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നാളത്തെ പരിചയമുള്ളതായിട്ട് കാണുന്നു. നോക്കാം. ഈ ഒരു തേർഡ് പാർട്ടി ഒരു കാർമിക് സോൾമേറ്റ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഒരു കാർമിക് പാർട്ട്ണർ ആയിരിക്കാം. കാരണം പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ തീർക്കാനായിട്ട് വന്ന ഒരു തേർഡ് പാർട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമുക്കൊരു സ്റ്റാർ കാർഡ് കിട്ടിയത്. പാസ്റ്റ് ലൈഫിനെ കാണിക്കുന്ന കാർഡാണ് സ്റ്റാർ കാർഡ്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായത് ഈ ഒരു തേർഡ് പാർട്ടി കാരണം. ഈ വ്യക്തിക്ക് 2 ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കാം. നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് കരുതി നിങ്ങളെ ഒരുപാട് അവഗണിച്ച സിറ്റുവേഷൻസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഈ പേഴ്സൻ്റെ കാല് പിടിച്ചിട്ടുണ്ടായിരിക്കാം, എന്നെ വിട്ടിട്ട് പോകരുതേന്ന്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് തിരിഞ്ഞു നടന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്, അതും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളെ ഉപദ്രവിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഇരുന്ന സമയത്ത് ഒരേ സമയം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് വെച്ച് തിരിഞ്ഞു നടന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അത് നമുക്കിവിടെ എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഓപ്ഷൻസിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് കരുതി പോയ ഒരു വ്യക്തിയാണ്. നമുക്ക് അടുത്ത കാർഡും അതിൻ്റെ കൺഫർമേഷൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ വ്യക്തി ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് എപ്പോഴും പുതുമ ജീവിതത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതായത് പഴയതിൻ്റെ പുതുമ നഷ്ടപ്പെടുമ്പോൾ ഒരു പുതിയ ഒരാളെ കാണുമ്പോൾ അതിലേക്ക്
അട്രാക്റ്റഡ് ആവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ അതിലൊന്നും നോക്കാതെ എടുത്തു ചാടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് തനിക്ക് പണി കിട്ടിയെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് സംഭവിച്ചേക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ആ ഓപ്ഷൻസിൽ തെറ്റായ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സൺ ഇല്ലാതെ റെസ്പോൺസിബിലിറ്റീസ് ഒറ്റയ്ക്ക് നടത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്രതീക്ഷിതമായി ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായത്. നിങ്ങളെ പിറകിൽ നിന്ന് കുത്തുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുണ്ടായത്. ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത സിറ്റുവേഷൻ കാണുന്നു. തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ്? ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടിയാണ് കാണുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലേഡിയായിട്ട് കാണുന്നു. അതും ഈ ഒരു പേഴ്സൺ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതും ഈ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ വേണം മറ്റുള്ളവരെ അനുസരിക്കാൻ. അങ്ങനെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളിൽ നിന്ന് ഒരുപാട് അകറ്റിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായി ഒരുപാട് നാളത്തെ പരിചയമുള്ളതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ വർക്ക് പ്ലേസിലുള്ള ഒരാളായിരിക്കാം. ഫിനാൻഷ്യലി ഇവർ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് ഇടപാടൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥ കാണുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഈ പേഴ്സൺ ഒരുപാട് നാളത്തെ പരിചയമുള്ളതായിട്ട് കാണുന്നു. ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ. അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്കാവുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ ഈ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആവണമെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായി ഒരു പുതിയ തുടക്കം ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ അവർ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. പക്ഷെ അവർ സിറ്റുവേഷനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ആ പേഴ്സൺ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. ഫിസിക്കലി മെൻ്റലി എല്ലാം ഈ തേർഡ് പാർട്ടി ഇവരെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടരുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് യൂണിവേഴ്സ് ഈ ഒരു കാർഡ് ഇവിടെ തന്നത്, മജീഷ്യൻ കാർഡ്. ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നായിരിക്കാം നിങ്ങൾ തമ്മിൽ. ഈ പേഴ്സൺ ഇഷ്ടമുള്ളപ്പോൾ വരും, ഇഷ്ടമുള്ളപ്പോൾ പോകും. അങ്ങനെ അത് കാരണം നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി ഇത്രയും നാൾ കാണില്ലായിരിക്കാം. അതെല്ലാം ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്. പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമാണുള്ളത്. നിങ്ങളുടെ സ്നേഹം അത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.
നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് നെഗറ്റീവ് എനർജി അവരുടെ ലൈഫിൽ. നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൊണ്ട് ആ പേഴ്സൺ ഒന്നൊരു ആക്ഷൻ എടുക്കാനോ ഒന്നും സാധിക്കുന്നുണ്ടാവില്ല. ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ മാറ്റം വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഈ പേഴ്സണ് തന്നെ അറിയാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെന്ന് ഈ പേഴ്സണ് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പശ്ചാത്താപമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം തോന്നുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പേഴ്സൺ ചിലപ്പോൾ കരയുന്നുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ അവസാനിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയിലേക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഈ പേഴ്സൺ ഒരു അട്രാക്ഷൻ തോന്നിയായിരിക്കാം ഈ തേർഡ് പാർട്ടിയിലേക്ക് പോയത്. ആ പേഴ്സൺ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഇവിടെ ഉണ്ടായതായിട്ട് കാണുന്നു. ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണിൽ നിന്ന് ഒരുപാട് ക്യാഷ് മേടിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. അത് കാരണം ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ പേഴ്സൺ ഫാമിലിയെ പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണമെന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ ഇപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല. ആ പേഴ്സണ് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി എനർജി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ആ പേഴ്സണ് എന്ത് ആക്ഷൻ എടുക്കണമെന്നുള്ളതിനെ പറ്റി അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമോ എന്ന് നോക്കാം. തേർഡ് പാർട്ടി എഗെയിൻ കൺഫർമേഷനാണ്. ഈ തേർഡ് പാർട്ടി എനർജി വളരെ പവർഫുൾ, വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ പേഴ്സണെ വിട്ട് തരാൻ താല്പര്യമില്ല. അതുതന്നെയാണ് വീണ്ടും എഗെയിൻ കൺഫർമേഷൻ വന്നേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരുപാട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സണ് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വന്നതുകൊണ്ട് തന്നെ ഒന്നിലധികം ജോബുകൾ ഈ ഒരു സമയം ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് കാരണം അവരുടെ ലൈഫിൽ ഒന്നും ഒരു ബാലൻസ് അല്ലാതെയാണ്, ഇംബാലൻസ് ആയിട്ടാണ് കാണുന്നത്. അവർക്കൊരു ഡിസിഷൻ ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. ഫിനാൻഷ്യലി സെറ്റായിട്ട് വേണമായിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് വരാൻ. പക്ഷെ ആ പേഴ്സൺ ഇപ്പോൾ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യം എൻ്റെ ആക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അതിന് സാധ്യമല്ല. നിങ്ങൾ ഈ ഒരു പേഴ്സണെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഓർത്ത് തന്നെ കഴിയുകയാണ് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കാലമായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ? ഈ വ്യക്തി ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫാമിലിയെ പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഈ വ്യക്തി ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി, അതായത് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി ഇവരെ
വഴിതിരിച്ച് വിടുന്നതായി, കണ്ണ് കെട്ടി വഴിതിരിച്ച് വിടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ അരികിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും ഈ പേഴ്സണെ വഴിതിരിച്ച് വിടുന്നതായിട്ടാണ് കാണുന്നത്. ബ്രെയിൻ വാഷിങ്, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അത് കാരണം ഈ ഒരു വ്യക്തി വെയിറ്റിംഗ് ആണ്, അവരുടെ സിറ്റുവേഷൻസ് എല്ലാം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളുമായ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജി അനുസരിച്ച് എനിക്കിവിടെ കാർഡ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ പേഴ്സണ് ഒരു നെഗറ്റീവ് എനർജി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണുള്ളത്. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ്. ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഹെൽപ്പ് ചെയ്തതായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയെ. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വന്നതായിട്ട് കാണുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി, അതായത് നെക്സ്റ്റ് ആക്ഷൻ നോക്കിയപ്പോഴും ആ വ്യക്തിക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രെയിൻ വാഷ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും ആ പേഴ്സണെ വഴി തിരിച്ച് വിടുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജിയിൽ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ലേഡി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അവർ സിംഗിളാണ്, അവർക്ക് ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അതാണ് കാണുന്നത്. അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരുപാട് ക്യാഷ് തട്ടിയെടുത്തിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുള്ളത്. ഈ പേഴ്സണ് ഈ തേർഡ് പാർട്ടി കാരണവും അവരുടെ ലൈഫിലെ ഫിനാൻഷ്യൽ ലോസ് കാരണവും ഒരുപാട് ബർഡനാണ് ഈ ഒരു സമയത്ത്. സ്ട്രെസ്സും ഡിപ്രഷനും, ചെയ്തു പോയല്ലോ തെറ്റുകൾ എന്നൊക്കെ ആലോചിച്ചുള്ള പശ്ചാത്താപമാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ. ഈ സിറ്റുവേഷനിൽ ആകെപ്പാടെ നിങ്ങളുടെ വ്യക്തി കുഴയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഈ തേർഡ് പാർട്ടി വഴിതിരിച്ച് വിടുന്നതായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് കുറച്ച് നെഗറ്റീവാണ്. ഇവിടെ വന്ന എനർജിയാണ് ഞാൻ പറഞ്ഞത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ദി ഫൂൾ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കറണ്ട് എനർജിയിൽ ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ വന്ന ക്ലൂസും കൂടി നോക്കാം. Thursday, Wednesday, within 24 hours. Movies, long hair, ചോതി നക്ഷത്രം, 1983, songs, 1991, Chennai, 42, letter V, number 15, number 50, Tula month, 64, 1973, number 6, 1986, Wayanad district. യെസ്, പോസിബിൾ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പോസിബിൾ ആണെന്നാണ്. മെഡിക്കൽ ഫീൽഡ്, ലെറ്റർ കെ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, തൃശ്ശൂർ, 1 week, മകരം മന്ത്, 38, number 13, 1994, Indigo, photography, number 1,
1981, 41, മിഥുനം മന്ത് 37, കർക്കിടകം മന്ത്, മ്യൂസിക് കോട്ടയം നമ്പർ 5, ഇടവം മന്ത്, കളർഡ് ഹെയർ 1995, ഉത്തര നക്ഷത്രം 46, മകയിരം നക്ഷത്രം, ചാരിറ്റി 1 month, ട്യൂസ്ഡേ 2 weeks, 1978, നമ്പർ 7, 2 months എന്നുള്ള പോസിബിലിറ്റി 2 തവണ വന്നിട്ടുണ്ട് കേട്ടോ. 1984, 43, 1971, 2000, ലെറ്റർ F, മാർച്ച് മന്ത്, റെയിൻബോ നമ്പർ 4, ഗ്രേ കളർ, ലെറ്റർ I, ഫ്രൈഡേ, മെയ് മന്ത് 23, 1977, നമ്പർ 19, 2019, നമ്പർ 10, 1975, നമ്പർ 26, നമ്പർ 62, ബേക്കർ, മകം മന്ത്, നമ്പർ 11, ഫെബ്രുവരി. ഇന്നത്തെ റീഡിംഗ് വായിച്ചിട്ട് എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിട്ട് തോന്നി. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരു തേർഡ് പാർട്ടി എനർജിയിൽ തന്നെയാണ്. അവരൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും എപ്പോഴും വരുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളതുകൊണ്ട് തന്നെ. നമുക്ക് ലാസ്റ്റും കിട്ടിയത് തേർഡ് പാർട്ടി ഇവരെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടെന്നാണ്. അത് കാരണം പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു റീഡിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു. ഏതായാലും നിങ്ങളെപ്പറ്റി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്കൊരു പുതിയ തുടക്കമായി വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇവർ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.